സംസ്ഥാനത്ത് സൗജന്യ ഡയാലിസിസ് മുടങ്ങിയതോടെ ദുരിതത്തിലായി വൃക്കരോഗികൾ. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻസ് കോടികളുടെ കുടിശ്ശിക വരുത്തിയതോടെ കമ്പനികൾ മരുന്നു വിതരണം നിർത്തി. 5 കോടി രൂപയാണ് കമ്പനിക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക. സംസ്ഥാനത്തെ വൃക്കരോഗികളുടെ സൗജന്യ ഡയാലിസിസ് മുടങ്ങിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് സാധാരണ ജനങ്ങൾ. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കോടികളുടെ കുടിശ്ശിക വരുത്തിയതോടെയാണ് കമ്പനി മരുന്ന് വിതരണം നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയത്. മരുന്ന് നൽകിയ വകയിൽ 5 കോടി രൂപയാണ് കമ്പനിക്ക് സർക്കാർ നൽകാനുള്ളത്. ചികിത്സ മുടങ്ങിയതോടെ പല രോഗികളും ദുരിതത്തിലായിരിക്കുകയാണ്. ഒരു ദിവസം 3-4 ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുടെ അവസ്ഥ പരിതാപകരമാണ്. 3 ഡയാലിസിസ് ചെയ്യുന്നതിന് 2000 രൂപ വരെ ചെലവുണ്ട്. ഡയാലിസിസിനുള്ള മരുന്ന് മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് വിതരണം ചെയ്തിരുന്ന ബാക്സ്റ്റർ കമ്പനിക്ക് സർക്കാർ നൽകാനുള്ളത് 5 കോടി രൂപയാണ്. ഇതിൽ 1,10,00,000 2 കൊല്ലമായി കുടിശ്ശികയായിട്ട്. 4 കോടി രൂപയുടെ കുടിശ്ശിക 4 മാസമായി. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി വൃക്കരോഗികൾക്ക് നൽകിയിരുന്ന സൗജന്യ മരുന്നാണ് ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. മരുന്ന് കമ്പനികൾക്ക് കുടിശ്ശിക നൽകി മരുന്നെത്തിക്കാനുള്ള നടപടികളൊന്നും തന്നെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. ജനം, തിരുവനന്തപുരം.